വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. കർണാടക സ്പെഷ്യൽ റാഗി അമ്പിളിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലൊക്കെ തയ്യാറാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ്സൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിശപ്പൊക്കെ മാറും കേട്ടോ. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണവർക്കൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ കുടിക്കുക. പിന്നെ ഇത് റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. 1/4 കപ്പോളം റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്സിനുള്ള ഡ്രിങ്കാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി കാണിക്കണത്. അപ്പോൾ റാഗിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ റാഗിപ്പൊടിക്ക് പകരമായിട്ട് മുഴുവനായിട്ടുള്ള റാഗി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ റാഗി നല്ലോണം കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുക്കുക. അതിന് ശേഷം അരച്ചെടുത്തിട്ട് ആ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. സാധാരണ റാഗിപ്പൊടിയൊക്കെ കുറുക്കിയെടുക്കണ പോലെ ഒന്ന് കുറുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടുക്കി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഈ ഒരു റാഗിപ്പൊടിയൊക്കെ നല്ലോണം തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മൺപാത്രത്തിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ മൺപാത്രത്തിലൊക്കെ ഇത് വെച്ചിട്ടൊക്കെ നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിട്ട് തന്നെ നമുക്കിത് കുടിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഞാനിത് മൊത്തത്തിൽ ഈ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയാണെങ്കിലും മതി കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കുക. ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഞാനിവിടെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതെ ഒരു പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ചേർക്കണ ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഈ 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ജീരകം കൂടണ്ട കേട്ടോ. വളരെ കുറച്ച് മാത്രം മതിയാകും. അതിനുശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പോളം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ തൈരിൽ അങ്ങനെ കട്ടകളൊന്നും ഉണ്ടാവുകയൊന്നും ചെയ്യരുത്. അപ്പോൾ തൈരൊക്കെ കട്ടൊക്കെ നന്നായിട്ട് ഉടച്ച് എടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ആ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റാഗി അമ്പിളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.